ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റുമായിട്ടാണ്. എല്ലാ എക്സാമിനും കണ്ടുവരുന്ന ഒരു ലെറ്ററാണ് ഇൻഫോർമൽ ലെറ്റർ. അപ്പോൾ അത് നമുക്ക് കൂടുതൽ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, 5-ൽ 5 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഏതൊരു അറിയാത്ത വ്യക്തിക്കും പെട്ടെന്ന് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന ഫോമാറ്റിലേക്ക് പോകാം. ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് എഴുതുന്നതാണ്? നമ്മുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, ഫാദറിന്, മദറിന്, ബ്രദറിന്, സിസ്റ്റേഴ്സിന് ഒക്കെ എഴുതുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലോട്ട് വരാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫ്രം അഡ്രസ്സ്, ആരാണോ കത്ത് എഴുതുന്നത് അവരെ അഡ്രസ്സ് കൊടുക്കുക. ദെൻ ഡേറ്റ്, അതിൻ്റെ താഴെയായിട്ട് ഡേറ്റ് എഴുതുക. ദെൻ ടു അഡ്രസ്സ് വേണ്ട, നമ്മൾ ഇൻഫോർമൽ ലെറ്റർ ആണ്. ദെൻ എന്താ എഴുതുക, ഡിയർ റാണി. ഇപ്പോൾ ഫാദർ ആണെങ്കിൽ ഡിയർ ഡാഡ്, മദർ ആണെങ്കിൽ ഡിയർ മോം. ഞാൻ ഒരു സുഹൃത്തിനാണ് എഴുതുന്നത്, അപ്പോൾ ഞാൻ സുഹൃത്ത് ഡിയർ ഫ്രണ്ട് എന്ന് എഴുതിയിട്ടില്ല, എഴുതാൻ പാടില്ല. അവളുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്, ഡിയർ റാണി. നേരെ മറിച്ച് നമ്മുടെ ബ്രദറൊക്കെ ആണെങ്കിൽ അവരെ പേര് എഴുതുക, അല്ലാതെ അവരെ ഡിയർ ബ്രദർ എന്നൊന്നും എഴുതാൻ പാടില്ല. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പാരഗ്രാഫിലായിട്ട് ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഐ എം ആൾസോ ഫൈൻ, ഐ റിയലി മിസ് യു ഇൻ ദീസ് ഡേയ്സ്. പ്രിയ റാണി, എന്തൊക്കെയുണ്ട്? നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത് ഫസ്റ്റ് കണ്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്തിനെ കുറിച്ചാണോ നമുക്ക് എക്സാമിൽ ലെറ്റർ എഴുതാൻ തന്നിട്ടുണ്ട് ആ വിഷയം നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതുക. അത് എന്തിനെ കുറിച്ചാണെങ്കിലും ആ വിഷയം നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫ് എഴുതുക. ദെൻ ലാസ്റ്റ് പാരഗ്രാഫായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് പാരഗ്രാഫായി കൺക്ലൂഷനായിട്ട് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ഓഫ് ടൈം സിൻസ് വി ഹാവ് മീറ്റ് ഈച്ച് അതർ. എനിവേ ഹോപ്പ് ടു സീ യു സൂൺ. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്. ടേക്ക് കെയർ ഡിയർ. യുവേഴ്സ് ലവ്ലിംഗ്ലി എസ്.ടി. നെയിം. നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയിട്ട് വളരെ കാലമായി. നിന്നെ ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ആശംസകൾ നിന്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കുക. ടേക്ക് കെയർ ഡിയർ. നിന്റെ സ്നേഹപൂർവ്വം എസ്.ടി. നെയിം. ഇതുപോലെ ഈ ഫസ്റ്റ് പാരഗ്രാഫ് ലാസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് ഏത് ലെറ്റർ എഴുതണമെങ്കിലും അതിലെ നടുവത്തെ പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വിഷയത്തിനെ കുറിച്ച് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്നവർക്ക് തന്നെ ഇത് കുറച്ചൊക്കെ മെച്യൂരിറ്റി ഉള്ള ഒരു കുട്ടിയാണ്, നല്ല അറിയണ ഒരു കുട്ടിയാണെന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവർക്ക് അറിയാൻ കഴിയും. കാരണം ഫസ്റ്റ് പാരഗ്രാഫും ലാസ്റ്റ് പാരഗ്രാഫും അവർ വായിച്ചു നോക്കുള്ളൂ, നടുത്ത പാരഗ്രാഫ് അധികം വായിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും 5 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ലെറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊരു വ്യക്തിക്കും അറിയാത്തൊരു വ്യക്തിക്കും ഇൻഫോർമൽ ലെറ്റർ എക്സാമിന് സിമ്പിളായിട്ട് നേടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്